OC മലബാർ ഫാമിലി വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഉഷ വിനീഷ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് ഒരു അവാർഡും ഒരു ഇതൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്ന്? അപ്പം വെരി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്നുവെച്ചാൽ റീസെൻ്റ്ലി എനിക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ്സ് ഓസ്ട്രേലിയയിൽ നേഴ്സ് കാറ്റഗറി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2024 അത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ വരുന്നത്. അതിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കാറ്റഗറിയിൽ വിൻ ചെയ്യാൻ പറ്റി. അതിൻ്റെ അവാർഡാണ്. കരഘോഷങ്ങൾ പുറകുന്ന് കേൾക്കുന്നുണ്ടാവും അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് അവാർഡ്. ഇതൊരു ഫലകം, അതിങ്ങനെ ഇത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സ്പെഷ്യൽ, അത്രയ്ക്കും വാല്യൂ ചെയ്യുന്ന ഒരു അവാർഡാണ്. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിൻ്റെ ഇത് അവാർഡ് നിങ്ങൾ കണ്ടുല്ലോ. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ അവാർഡ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇതൊക്കെ ഇതാണ് സർട്ടിഫിക്കറ്റ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിടിച്ചുകൊണ്ട് തന്നെ വീഡിയോ പറയാം. നല്ല കാറ്റാണ്. ഓസ്ട്രേലിയയിലെ വെതറിൻ്റെ ഒരു ചില ഇഷ്യൂസിൽ ഒന്നാണ് എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. അപ്പം വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ അതൊക്കെ അതിജീവിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. മെൽബൺ ഒളിമ്പിക് പാർക്കിൽ സെൻറ്റർ പീസ് എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷൻ. ഞങ്ങൾ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണുള്ളത്. ട്രാവൽ ചെയ്ത് ഒരു ട്രിപ്പായിട്ടാണ് പോയത്. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു, അവരെയും കണ്ടു. ടോട്ടൽ അവാർഡ് ഫംഗ്ഷൻ്റെ വീഡിയോ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ എനിക്ക് പറ്റിയതല്ല എന്താണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തുടങ്ങി, വലിയ ഫംഗ്ഷൻ. നമ്മൾ വിചാരിച്ച് ചെറിയൊരു ഫംഗ്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്നാലും ഫംഗ്ഷൻ തുടങ്ങി, കുറേ പേരൊക്കെ വന്നു. വിക്ടോറിയൻ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഒഫീഷ്യൽസ്, മിനിസ്റ്റേഴ്സ്, ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറിയിലെ നമ്മുടെ മലയാളി ജിൻസൺ ആൻഡ് ചാൾസ്, അങ്ങനെ കുറേ വിശിഷ്ട വ്യക്തികൾ. പിന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അച്ഛനെ അവർ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആദരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു വേദിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ അവാർഡ് തുടങ്ങിയപ്പം ആദ്യം പിന്നെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെൽക്കം ഡാൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ അവാർഡ് വാങ്ങും. അപ്പോൾ അവാർഡ് വാങ്ങുന്ന നോക്കിയിട്ട് നമുക്ക് കാണാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവർ അനൗൺസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവാർഡാണ് ആദ്യം കൊടുക്കുന്നത്. അത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേഴ്സ് കാറ്റഗറി. അപ്പോൾ തന്നെ എൻ്റെ കിളിപോയി വെച്ചാൽ ഫസ്റ്റാണ് വിളിക്കുന്നത്. കിളിപോയെന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒന്നും പ്രശ്നമൊന്നും അല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ആദ്യം വിളിച്ചപ്പം ഒരു ഞെട്ടൽ. പല വീഡിയോഗ്രാഫർമാരെ കിളിയും പോയിട്ട് ഓടി. അതെ, വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തതൊക്കെ പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോഗ്രാഫറെ ഞാൻ ഏൽപ്പിച്ചത്. ആ യൂട്യൂബിൻ്റെ വീഡിയോഗ്രാഫർ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നെ ലൈറ്റിൻ്റെ ഒക്കെ കളർ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുന്നിലിരിക്കുന്ന മിനിസ്റ്റേഴ്സ്, എംപിമാരെല്ലാം അവരെ മുന്നിലെ കൂടെ നമുക്ക് ഓടാനും പറ്റില്ല. അതെ അതെ അതെ, അതുകൊണ്ട് നമുക്ക് പിന്നെ കളർ ലൈറ്റിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Asianet Excellence Healthcare Awards 2024 Lifetime Achievement Award for a Nurse. The winner is Usha Kudirayodan. Let's put our hands together to congratulate Usha. Usha is a clinical nurse consultant in palliative care at Lismore-based hospital, New South Wales, focusing on patient care and education.
With 26 years of nursing experience in rural and remote areas, she actively engages in community health advocacy and educational initiatives while inspiring future nurses through her YouTube channel. With honor and a big round of applause, let's welcome the winner of Asianet Healthcare Excellence Awards 2024 Lifetime Achievement Award for a Nurse, Usha Kudirayodan, onto the stage. May I kindly request Dr. Lee Talamis to present the memento to Usha Kudirayodan. Mr. Ronnie Joseph, could you please present the Ponnada to the winner? Please present the certificate to Usha. Let's give a big round of applause to the winner, Usha Kudirayodan. ഫങ്ഷൻ അവാർഡൊക്കെ തന്നു, പൊന്നാട അണിയിച്ചു, നമുക്ക് മൊമെൻറ്റോ തന്നു, സർട്ടിഫിക്കറ്റ് തന്നു. അതിനുശേഷം അവർ ഫ്യൂ വേർഡ്സ് സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ അന്നേരമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെരി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാലും 2 വാക്ക് സംസാരിച്ചു. അത് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. Congratulations, Usha. We'd be very delighted to hear a few words from you this evening, please. Good evening, everyone. Namaste. I'm very happy and excited to be here. I would like to pay my respect to elders of the country, past, present, and future. First of all, I would like to express my sincere thank you to Asianet and all the sponsors for selecting me for this prestigious award. I'm feeling privileged and grateful to know that Asianet considered my contribution to nursing, especially rural Australia. Nursing has taught me compassion, empathy, and kindness. Thank you. I thank God for giving me an opportunity to be a nurse, especially a clinical nurse consultant palliative care. And I would like to dedicate this award to my family, especially my husband who is there, and Vinish, and my daughter Halida, who is not here today. However, she's watching. And my family, my teachers, and my dear friends who are there for me all the way through. And I hope you all are enjoying this evening. I also take this opportunity to congratulate all the other winners of the awards. And let's celebrate. Yeah? Thank you everyone. Thank you. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്നെ അവാർഡ് ഫംഗ്ഷന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പം അവർ പറഞ്ഞത് ഉഷ പിന്നെ വർക്കിംഗ് ഇൻ ലിസ്മോർ ബേസ് ഹോസ്പിറ്റൽ ആസ് എ ക്ലിനിക്കൽ നഴ്സ് കൺസൾട്ടൻ്റ് ആൻഡ് ഷീ ഈസ് ഇൻസ്പയറിംഗ് നഴ്സസ് ബൈ ഡൂയിങ് യൂട്യൂബ് വീഡിയോസ് എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം പല ആൾക്കാരും ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേ, നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഇൻഫർമേഷൻ പാസ് ചെയ്യാനും നഴ്സുമാരെ ഇൻസ്പയർ ചെയ്യാനും പറ്റിയെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പം യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഫംഗ്ഷനിൽ തന്നെ പല പ്രമുഖ വ്യക്തികളും സംസാരിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അഭിമാനമായിട്ട് തോന്നിയത് രാജഗിരി ഹോസ്പിറ്റലിൽ നമ്മുടെ കേരളത്തിലുള്ള അച്ഛനെ നമ്മൾ ആദരിച്ചു. അത് വലിയ കാര്യമായിട്ട് തോന്നുന്നു. കമ്മ്യൂണിറ്റി സർവീസിനുള്ളതാണ്. പിന്നെ ജിൻസൺ ആൻഡോ ചാൾസിൻ്റെ നോർത്തേൺ ടെറിട്ടറിയിൽ പിന്നെ ഓസ്ട്രേലിയയിലുള്ള പിന്നെ കോൺട്രിബ്യൂഷൻ മിനിസ്റ്ററായി അവരെയും കൂടെ ആദരിച്ചു. വളരെയധികം സന്തോഷം. Invite Father Johnson Vazhapalli, CMI of Rajagiri Hospital, to kindly come to the stage. I now kindly request Dr. Shabari Bayredi to present the memento. Thank you, Asianet. Thank you all the sponsors. Mr. Jinson Anto Charles to come to the stage. Please give a big round of applause to Mr. Jinson Anto Charles.
Kuriakose and Tara to present the certificate, please. ചാനലിൽ കൂടിയും യൂട്യൂബ് വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എന്തെല്ലാം അതിന് വേണ്ട എങ്ങനെയാണ് അവാർഡ് കിട്ടിയെന്നുള്ളത് അറിയാനായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഏഷ്യാനെറ്റ് ന്യൂസ് ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ്സ് പല കൺട്രീസിലും നടക്കുന്നുണ്ട് ഓൾറെഡി. ഓസ്ട്രേലിയയിൽ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് നോമിനേഷൻ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് അത് സോഷ്യൽ മീഡിയാസിലൂടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ഡേറ്റിൽ ഇന്ന ഡേറ്റിന് മുന്നേ അത് സബ്മിറ്റ് ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് തോമസ് ആണ് ഞങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നത്. എന്നിട്ട് പറഞ്ഞു വി വാല്യൂ യുവർ കോൺട്രിബ്യൂഷൻ ടു നഴ്സിംഗ്, സോ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അത് നോക്കിയപ്പം ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും കിട്ടും, പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ തോന്നുമല്ലോ, അവാർഡോ എന്നൊക്കെ. ആപ്ലിക്കേഷൻ ഫോമിൽ പല കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, പിന്നെ നേഴ്സ് കാറ്റഗറി, ഡോക്ടർ കാറ്റഗറി, പിന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ നേഴ്സുമാർക്ക് ഒരു പേര് വെച്ച് ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു അത്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നിയത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ യുവർ കോൺട്രിബ്യൂഷൻ ടു നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ. അത് കോൺട്രിബ്യൂഷൻ ടു നഴ്സിംഗ് എന്ന് പറയുമ്പം നമ്മൾ ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പം കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻ്റ് ആണല്ലോ നമ്മളൊരു ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കണ്ണൂരിൽ ഞാൻ എൻ്റെ നഴ്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മണിപ്പാലിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് UK പോയി 5 വർഷം അവിടെ വർക്ക് ചെയ്തു. 5 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് എങ്ങോട്ടെല്ലാം മാറണമെന്ന് തോന്നിയപ്പോഴാണ് ഓസ്ട്രേലിയക്ക് വന്നത്. 2009 ഞങ്ങൾ വന്നത്. അപ്പോൾ 2009 ഞങ്ങൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാൻഡ് ചെയ്തത് വെരി റൂറൽ ഏരിയ, ബ്രിസ്ബനിന്നും സിഡ്നിയിൽ നിന്നും 700 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കായിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, പിന്നെ വേറെ സിറ്റിയിൽ പോയിക്കൂടെ എന്നൊക്കെ. ഞങ്ങൾ പക്ഷേ അവിടെ കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് വർക്ക് വെരി എന്താ വെച്ചാൽ ആൾക്കാരെല്ലാം ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ മോള് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ ശരിക്കും ഓസ്ട്രേലിയൻ നഴ്സിംഗ് കരിയർ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ, പിന്നെ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ. അത് കഴിഞ്ഞാണ് ഇപ്പോൾ 7 years ആയിട്ട് ഞാൻ ക്ലിനിക്കൽ നഴ്സ് കൺസൾട്ടൻ്റ് ഇൻ പാലിയേറ്റീവ് കെയർ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കമ്മ്യൂണിറ്റിയിൽ ആകുമ്പം എല്ലാ കാര്യത്തിലും നമ്മൾ ശരിക്കും ഇൻവോൾവ് ആവണം. അങ്ങനെയാണ് നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എമർജൻസി ആംബുലൻസ്, വോളണ്ടറി റെസ്ക്യൂ അസോസിയേഷൻ അവരുടെ കൂടെയൊക്കെ പോയി ട്രെയിനിങ് ചെയ്തു അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും പോകാറുണ്ട്. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആക്സിഡൻറ്റ് സംഭവിക്കും, ഫോർ എക്സാമ്പിൾ ഒരു കാർ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ കാറിനുള്ളിൽ 3-4 പേര് കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ പുറത്തെടുക്കണം, എങ്ങനെ കാറ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വിൻഡോ ബ്രേക്ക് ചെയ്തിട്ട് എമർജൻസിയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, അവരെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്യാനും പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺട്രിബ്യൂഷനൊക്കെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ അത്ര നാൾ നിന്ന് പോകാൻ കാരണം. പിന്നെ അത് കഴിഞ്ഞ് ക്ലിനിക്കൽ നഴ്സ് കൺസൾട്ടൻ്റ് പാലിയേറ്റീവ് കെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് പറ്റിയത്. അത് പിന്നെ റൂറൽ ഏരിയ ആകുമ്പം ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ് ചെയ്യണമായിരുന്നു. ഒരു എവറി 3 weeks ഞാനൊരു 1000 kilometer ട്രാവൽ ചെയ്ത് അവിടെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലെ പാലിയേറ്റീവ് പേഷ്യൻസിനെ കാണുകയും കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും
ചെറിയ ഹോസ്പിറ്റലുകളെയും പിന്നെ നഴ്സുമാരെയും റെസിഡൻഷ്യൽ ഏജ് കെയർ ഫെസിലിറ്റിയിലെ നഴ്സുമാരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താണ് പാലിയേറ്റീവ് കെയർ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെ ആൾക്കാർക്ക് ഹൈ സ്റ്റാൻഡേർഡ് എവിഡൻസ് ബേസ്ഡ് പാലിയേറ്റീവ് കെയർ കൊടുക്കാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം കമ്മ്യൂണിറ്റിയുമായിട്ട് പിന്നെ അടുത്ത് നിൽക്കുന്ന ഒരു ലൈഫായിരുന്നു പിന്നെ നമ്മൾ ജീവിച്ചത്. അപ്പോൾ വി വേ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ പബ്ലിക്കിൽ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ എഡ്യൂക്കേഷൻസ്, ഡെത്ത് ആൻഡ് ഡൈയിങ്, പാലിയേറ്റീവ് കെയർ എന്താണ്, അത് ഓരോ ക്ലബ്ബുകൾ, ഓരോ അസോസിയേഷൻസ്, പിന്നെ ചേർച്ച് ഗ്രൂപ്പ്സ്, അവിടെയൊക്കെ പോയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാനും അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം എനിക്ക് സമയം കിട്ടിയെന്നല്ല, ഞാൻ അതിന് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു. അത് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആസ് എ നേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മാലാഖ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നേഴ്സുമാരെ നിങ്ങൾ മാലാഖമാർന്നൊക്കെ സിനിമയിലൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും എങ്ങനെയാണ് ഈ മാലാഖമാരുടെ ജീവിതം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, അങ്ങനെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു നല്ല നേഴ്സായിട്ട് പിന്നെ വരാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ തരുന്നത്. അങ്ങനെ ആവട്ടെ എല്ലാവരും. അവാർഡിന് നോമിനേഷൻ, കോൺട്രിബ്യൂഷൻ ടു നഴ്സിംഗ്, പിന്നെ എൻ്റെ വർക്ക് ഹിസ്റ്ററി, ഞാനിപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവാർഡിന് സബ്മിറ്റ് ചെയ്യുന്നു. അവാർഡിന് സബ്മിറ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് ഒന്നും അറിയാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ എല്ലാം പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ഇമെയിൽ വരുന്നത്, പിന്നെ യു ആർ സെലക്റ്റഡ് ആസ് എ വിന്നർ ഓഫ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നഴ്സ് കാറ്റഗറിയിൽ നിന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെരി വെരി എക്സൈറ്റഡ് ആയിരുന്നു, ത്രിൽഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഓസ്ട്രേലിയയിലെ കോർഡിനേറ്ററായ കിരൺ ജെയിംസ് കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തന്നു, എവിടെയാണ് ഫംഗ്ഷന് പോകേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അതുകൂടാതെ വെരി വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ സീനിയർ എഡിറ്ററായ അനിൽ അടൂർ സാറ് ഞങ്ങൾക്ക് ഒരു ടീംസ് മീറ്റിംഗ് വെച്ചിട്ട് എന്തൊക്കെയാണ് അവാർഡിൻ്റെ സെലക്ഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടപ്പോഴാണ് ശരിക്കും ഇത്രയും വാല്യുബിൾ ആണല്ലോ ഈ അവാർഡ് എന്നുള്ളത് മനസ്സിലായത്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോമിനേഷൻ കൊടുത്തപ്പം ഓസ്ട്രേലിയയിലുള്ള ഒരു ടീം 3 പേരെ വെച്ചിട്ട് ഓരോ അവാർഡ് കാറ്റഗറിക്ക് സെലക്ട് ചെയ്തു. ആ സെലക്ഷൻ 3 പേരുള്ള ആ നെയിംസ് ഓസ്ട്രേലിയയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസുകാർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അനിൽ അടൂർ സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നാണ്. ഈ നോമിനേഷൻസ് വേൾഡിലെ തന്നെ നഴ്സിംഗ് എക്സ്പേർട്സിന് അയച്ചു കൊടുക്കുന്നു. അമേരിക്ക, കാനഡ, UK, പിന്നെ ഇന്ത്യ, അങ്ങനെയുള്ള കൺട്രീസിലുള്ള നഴ്സിംഗ് പിന്നെ ലെജൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് അങ്ങനെ അറിയില്ല ആരാന്നൊന്നും, അങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്നുള്ള ഒരു പാനലാണ് നമ്മളെ അതിൽ നിന്നുള്ള ഒരു പാനലാണ് വിന്നറിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേനും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായി. നമ്മുടെ ഒരു നഴ്സിംഗ് കോൺട്രിബ്യൂഷൻ അത്രയും പേര് മനസ്സിലാക്കി വാല്യൂ ചെയ്ത് വിന്നറായി തിരഞ്ഞെടുക്കാൻ അവർക്ക് തോന്നി. പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജേർണി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് പിന്നെ ഫാമിലിയിൽ ഹസ്ബൻഡ്, മോള് കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ എഡ്യൂക്കേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേനും അവർ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ അച്ഛൻ, അമ്മ, പിന്നെ അമ്മായി അമ്മ, ഫാമിലി എല്ലാവരും ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അത് ശരിക്കും ഭാഗ്യമായിട്ട് കരുതുന്നു. അവരുടെയൊക്കെ ഒരു എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു പാഷനായ നഴ്സിംഗ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവാർഡ് ഫംഗ്ഷൻ്റെ വീഡിയോയിൽ പിന്നെ പലരും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല.
ഇന്ത്യയിൽ നിന്നുള്ള ഒരു മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ചു. അവർ പാർലമെൻറ്റിൽ സംസാരിക്കാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ അവരെ മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റി. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ പിന്നെ ഓസ്ട്രേലിയ വിക്ടോറിയ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഈ പിന്നെ ടിക്കറ്റിൻ്റെ മണി അതുപോലെ ഇതിന് കിട്ടിയിട്ടുള്ള കാശൊക്കെ മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതും കൂടെ അറിഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷമായി. അവാർഡ് ഫംഗ്ഷന് പോയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ നിങ്ങൾക്കും എങ്ങനെ ഈ ഏഷ്യാനെറ്റ് എക്സലൻസ് ഹെൽത്ത് കെയർ അവാർഡ്സിന് അപ്ലൈ ചെയ്യാന്നുള്ളത്, പിന്നെ അതിൻ്റെ ശരിക്കും പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവർ നോമിനേഷൻ ഇടും, ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നിങ്ങളത് പിന്നെ കംപ്ലീറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ആയിട്ട് റൈറ്റ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ വരുമായിരുന്നു. ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നു, കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതൊക്കെ ന്യൂസ് പേപ്പറിൽ വരുമായിരുന്നു. അതിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തെളിവ് വേണമല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ടു നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ വാല്യുബിൾ ആണ്, അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, മടിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ നഴ്സിംഗ് കരിയറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഓസി മലബാർ ഫാമിലിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഹസ്ബൻഡ് വിനീഷ് ആൻഡ് മകൾ ഹരിത, പിന്നെ കുറേ പേര് അതിൻ്റെ പുറകിലുണ്ട്, ഫാമിലി ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നേയുള്ള വീഡിയോ കാണാത്തവർ പ്ലീസ് ഒന്ന് ആ വീഡിയോ കാണുക. അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, അതിൽ ഇത്രയൊന്നും പറയാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഓസി മലബാർ ഫാമിലി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളൂ. പിന്നെ എന്തെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നഴ്സിംഗ് റിലേറ്റഡ്, ലൈഫ് സ്റ്റൈൽ, ഫാമിലി, കുക്കിംഗ്, ഇതൊക്കെ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഇത്രയ്ക്ക് ഇന്ന് പറയാനുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.